white e4, knight to fc, knight to c3, f3, c3, bishop to this. What is that? Can I just go in? Just want to secure that square. Bishop to f. Attacking that. Defended by 2. Can technique. Dude, I forgot. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ? സോറി. പിന്നെ ഇപ്പം എന്താ വേണ്ടാത്തൊരു ബിസാറ് കളിക്കും. ഇങ്ങോട്ട് എടുത്താൽ ഒരു പോണിന് ബ്ലണ്ടർ ചെയ്തു ഗൈസ്. ബട്ട് ഐ ഹോപ്പ് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. എൻ്റെ ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. ഇതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ? ഒപ്പത്തിനെ പ്രൊട്ടക്റ്റഡ് ആക്കി ഇതിനെ അറ്റാക്കും ചെയ്തു. ഞാൻ ട്രേഡ് ചെയ്യുന്നത് എൻ്റെ നല്ലൊരു ഓപ്ഷൻ, കാരണം നമുക്ക് നൈറ്റ് കൊണ്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫൻഡർ പോയി. ഈ ബിഷപ്പ് മാത്രം ഇതിനെ ഡിഫെൻഡ് ചെയ്യണത്. എനിക്കിപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യണ്ട. ഈ സ്ക്വയർ തോടെടുക്കുക കാര്യമില്ല. അപ്പോൾ തോന്നെ കുറേ സമയം ചിന്തിച്ചാലും അങ്ങനെ എടുത്തൊക്കെ തോന്നി. കാരണം എൻ്റെ നൈറ്റ് അവിടെ നല്ലൊരു ത്രെറ്റാണ് നമുക്ക്. ബിഷപ്പ് ആകുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് മാറ്റിയാൽ പറ്റാം. ഇപ്പോൾ ബിഷപ്പിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യും. നൈറ്റിന് പ്രൊട്ടക്ഷൻ, എൻ്റെ ബിഷപ്പിന് പ്രൊട്ടക്ഷൻ ഇല്ല. എന്തിയപ്പോൾ അത് അതെന്താ അങ്ങനെ ഒരു കളി? ഇങ്ങോട്ട് എന്തിനായിക്കോട്ടെ, എനിക്ക് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പൂതിയാവണോ? ഈ നൈറ്റ് ഉണ്ടല്ലേ. പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ. എനിക്ക് ഇതിനെ കൊണ്ട് എടുക്കാം. ഞാൻ അതിനെ കൊണ്ട് നൈറ്റിനെ കൊണ്ട് എടുക്കുന്നാവോ? പക്ഷേ ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യും. ദിസ് ഈസ് പെർട്ടിക്കുലർലി ബാഡ് ഫോർ ഹിം. റുക്കിനെ ജസ്റ്റ് കണക്ട് ചെയ്യുന്നു. റുക്കിനെ അങ്ങോട്ട് കൊണ്ടിരുന്നു. അവൻ എന്ത് കളിയാണ് കളിക്കാനാവും? എന്തിനെ അറ്റാക്ക് ചെയ്യുന്നു? ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇനി ക്വീനിനെ ഇപ്പോൾ പെട്ടെന്ന് ഇതിപ്പോൾ ബിഷപ്പിനെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. ഇല്ല, അങ്ങനെ ചെയ്താൽ പൊട്ടനാണ്. ഓ നോ ബ്രോ, ദാറ്റ് വാസ് ഫാസ്റ്റ്. റുക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കിങ്ങിനെ എടുക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഇത് അൺഡിഫെൻഡഡ് ആവും. എന്തുകൊണ്ട് വരിക? എങ്ങനെയൊന്നും ബ്ലണ്ടർ ചെയ്താലേ ഉള്ളൂ നമുക്ക് രക്ഷ. 2 പോയിൻ്റ് മുന്നിലാണ്. ഓനിപ്പോൾ ഇതിന് കിക്ക് അവേ ചെയ്യാൻ ചെയ്ത് നോക്കുമോ? എനിക്കിത് നല്ലൊരു സ്ക്വയർ ആട്ടോ. എൻ്റെ ഈ ബിഷപ്പിനെ ഇങ്ങോട്ട് വെച്ചിട്ട് അതിന് കൺട്രോൾ കൊടുക്കുക. എന്നാൽ ഇങ്ങോട്ട് വെച്ച് കൺട്രോൾ കൊടുക്കുക. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവുക. നല്ല പ്ലാന്, നല്ല ഐഡിയ ഉണ്ടോ? ഈ സ്ക്വയർക്ക് എന്നിട്ട് നമ്മൾക്ക് ഈ സ്ക്വയർക്ക് പോവുക. എന്നിട്ട് ഈ ബിഷപ്പിൻ്റോട് നടക്കൂല. കാരണം അത്ര പൊട്ടനൊന്നല്ലല്ലോ. പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ അടിയിൽ ചെയ്യണം. അത് ചിലപ്പോൾ നടക്കും. അവൻ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ട് അങ്ങോട്ട് തന്നെ വെച്ചു. അയ്യോ ഓപ്പൺ ഫയൽ വെക്കണതാണ് ബുദ്ധി. ഓന് നമ്മൾ ടൈം കുഴപ്പമില്ല. എന്തിനിപ്പോൾ വെറുതെ കുറച്ച് സമയത്ത് പെട്ടെന്ന് തോൽക്കണേ? ഓന് ഭയങ്കര ട്രേഡിങ് മാൻ ആവുന്നുണ്ട്. അബദ്ധമാകുമോ അറിയില്ല. ബ്ലണ്ടറാക്കല്ലേ. നൈറ്റ് പോയിക്കാൻ ഒരു സമാധാനം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വെച്ചാൽ എന്താ പറ്റുക? അവൻ്റെ ഈ ക്വീൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വെക്കാം. ഇങ്ങോട്ട് വെച്ചാൽ ബ്ലണ്ടറാകും. അപ്പം അങ്ങോട്ട് വെക്കേണ്ടി വരും. അങ്ങോട്ട് വെക്കാം. ഇപ്പം എൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്യണം. ജസ്റ്റ് ഈ പോണിനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്താലോ? അപ്പോൾ ആ പോണിനെ ആരാ ഡിഫെൻഡ് ചെയ്യുക? ആരും ഡിഫെൻഡ് ചെയ്യണില്ലല്ലോ അല്ലേ? വേറെ എന്തോ അറ്റാക്ക് ചെയ്യണത്? വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വെച്ചാൽ ഈ പോണ് പോവും. ഞാൻ ട്രേഡ് ചെയ്താലോ? പക്ഷെ പോൻ്റെ പീസിനെ വെറുതെ ഡെവലപ്പാക്കാൻ സമ്മതിക്കല്ലേ? സാരല്ല, ട്രേഡ് ചെയ്യണതാ കാരണം നല്ലത്.
അത് വെറുതെ ഒരു പോയിന്റ് പോകും. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് എന്തല്ലേ ഇത് അൺപ്രൊട്ടക്റ്റഡ് അല്ലേ? ഇതെടുത്താലോ? നമ്മളല്ലേ പോയിന്റ് പിന്നില്ല. ഇങ്ങോട്ട് വെക്കാൻ നല്ല ഓൻ്റെ ഈ ബിഷപ്പിനെ ഇങ്ങോട്ടല്ലാതെ ത്രട്ടൻ ചെയ്യാതെ എങ്ങോട്ടേലും വെച്ചാൽ ഇതിന് ഇങ്ങോട്ട് വെക്കുക. എന്നാലേ പിന്നെ ഇത് ചെക്ക് മേറ്റ് ആണ്. പക്ഷെ നടക്കൂല. ഓതോ എൻ്റെ ഇതിനെന്താ പ്രൊട്ടക്റ്റ് ചെയ്യണേ? ഈ ബിഷപ്പ് ഉള്ളൂ കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. റുക്കോ ഇതുവരെ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ കണക്റ്റഡല്ല. എൻ്റെ ഫോണിന് അറ്റാക്ക് ചെയ്യുന്നു. പ്രോ കിങ് ഈ ചെങ്ങായി കണ്ടു. ഇവനൊന്നും മാറിക്കാൻ പറഞ്ഞ ഇതാണ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തിനു പുഷ് ചെയ്യും? ഞാനെന്താ ചെയ്യുക? എനിക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോതിയില്ലേ? അല്ല എനിക്ക് ജസ്റ്റ് ടേക്ക് ചെയ്താൽ പോരെ? ടേക്ക് ചെയ്താ അതല്ല എനിക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ടേക്ക് ചെയ്യുന്ന അത്ര നല്ലതല്ല. കുറേ സാധനം ഓപ്ഷൻ അവൈലബിൾ ആയി. ഇപ്പം ഇതിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കണം. വല്ലാത്തൊരിടങ്ങാറ്. ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളാവും. ബ്രോ ചേടാ ചെങ്ങായി ഇതാക്കി പാവം. എന്തായാലും പറയാ ബ്ലണ്ടർ. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതൊന്നും ഒന്നുമല്ല. അയ്യോ ഞാൻ ഈ പോണിനെ എടുക്കാം. അതൊക്കെ ആരോണ്ട് പ്ലാന് അതല്ലേ? ഇപ്പോൾ ഇതിനെടുത്തൂടെ? ഇതിനെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യണില്ലല്ലോ അല്ലേ? എന്തുകൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമല്ലല്ലോ. പോണാളൊക്കെ എടുക്കുക. പക്ഷെ അതിനെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് അതിന് മുതൽ 30 കൊണ്ട് എടുക്കുന്നത് തോന്നുന്നു. ഭയങ്കര ട്രേഡിങ് മാനാണ് ചെങ്ങായിനെ കൊണ്ട്. ഞാൻ ഇങ്ങോട്ട് വെച്ചാൽ പണിയാകുമല്ലേ? അല്ല ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ലല്ലോ. ഇതിനെ പുഷ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പണിയാവും. പിന്നെ എന്തിനത് ഇങ്ങനെ എനിക്ക് തരുന്നത്? ഞാൻ ഓഫ് ചെയ്യണം. അതിനെടുക്കാൻ പറ്റില്ല. കാരണം കിങ്ങിനത് ചെയ്യണത്. അപ്പോൾ എനിക്ക് മനസ്സിലായോന്നാവും. പക്ഷേ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ചെക്ക്മേറ്റ് ആണ്. എനിക്ക് ഇങ്ങനെ തടയാൻ പറ്റേനെ? റിസൈന് 1-4 എന്തായാലും പറയാം. ഫോഴ്സ് ഒരു ചെക്ക്മേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം മുതലുള്ള പ്ലാനിനെ ജയിച്ചു. ആദ്യം തന്നെ അതിന് പോയി ചെയ്താലേ എന്തായാലും നടക്കൂല. എന്നിട്ട് 2 ഗ്രേറ്റ് കേട്ടോ.